നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. രക്തസാക്ഷി ഉണ്ടാവുന്നത് CPM-ന് ബമ്പർ ലോട്ടറി അടിച്ചതുപോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഇരിങ്ങാലക്കുടയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്തസാക്ഷി ഉണ്ടായാൽ രക്തസാക്ഷി ഫണ്ടെന്ന പേരിൽ പിരിച്ചെടുക്കുന്ന പണത്തിൽ തിരിമറി നടത്തുകയാണ്. അത് ചോദ്യം ചെയ്യുന്നവരെ പുറത്താക്കുന്നതാണ് CPM രീതി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന CPM നേതാക്കൾക്കെതിരെ യാതൊരു നടപടിയും CPM സ്വീകരിക്കുന്നില്ല. സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കേരളത്തിൽ CPM-ന്റെ സഞ്ചാരം. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും മാറി മാറി പരീക്ഷിക്കുകയാണ് CPM എന്ന് കുറ്റപ്പെടുത്തിയ VD സതീശൻ ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും UDF ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് പറഞ്ഞു. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് തകർത്ത സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് സംസ്ഥാനത്തിനുണ്ടാക്കി വെച്ചിട്ടുള്ളത്. വലിയ തയ്യാറെടുപ്പോടെയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അധികാരത്തിലെത്തിയാൽ ആദ്യ ശ്രമം സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുകയെന്നുള്ളതാണ്. വിദേശത്ത് ലഭ്യമാകുന്ന കോഴ്സുകൾ കേരളത്തിലെ സർവകലാശാലകളിൽ പഠിക്കാൻ അവസരമൊരുക്കുന്നതിലൂടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഇവിടെ തന്നെ ലഭ്യമാക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചിലവ് ഇന്ന് കേരളത്തിലാണെന്നും ആരോഗ്യരംഗത്തും സമഗ്ര പദ്ധതികൾ നടപ്പിലാക്കുമെന്നും VD സതീശൻ പറഞ്ഞു. സ്വർണം മാത്രമല്ല കവർന്നത്, അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുന്നിൽ വെച്ചിരുന്ന അതിമനോഹരമായ പോയവർക്കറിയാം, സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പം എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരത്തിന് കോടികൾ കോടതിയാ പറഞ്ഞത്. കോടീശ്വരനെ പറ്റിച്ചു, അയാൾക്കറിയില്ലല്ലോ കള്ളമുകളാണ്. എന്നിട്ട് ചെമ്പിലൊരു വ്യാജ ദ്വാരപാലക ശില്പം ഉണ്ടാക്കി, അതിൽ കുറച്ച് പൂശിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു. കോടതി പറയാണ് 2019 തുടങ്ങിയതാണ് ഈ കളവ്. ആരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെ എന്ത് ചെയ്യും? വീണ്ടും കേൾക്കും. അത് തന്നെ 2024 കോടതി പറയാണ് ഫേക്ക് അർജൻസി ഉണ്ടാക്കി. എന്ന് വെച്ചാൽ വ്യാജമായ ഒരു അടിയന്തര ആവശ്യം സ്വർണം പൂശ വന്നു. എന്തിനാണ്? കക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കോടതി പിടിച്ചു. ഞാനിപ്പോഴും കരുതുന്നത് കോടതിയല്ല, അയ്യപ്പനാണ് പിടിച്ചത്. അത് അയ്യപ്പനെ മനസ്സിലായി. ഈ പോക്ക് പോയാൽ അയ്യപ്പന്റെ തങ്കം വിഗ്രഹം കൂടി മലയടിച്ചു മാറ്റി. എന്നിട്ട് 3 പേര് ജയിലിക്കുന്നത് അവർക്കെതിരായിട്ട് ഒരു നടപടിയില്ല. അത് കഴിഞ്ഞിട്ട് ആളോളം അയ്യപ്പ സംഗമം. പെട്ടെന്ന് രാവിലെ എണീറ്റപ്പോ പിണറായി വിജയന്റെ അയ്യപ്പ ഭക്തി. അപ്പൊ തന്നെ നമുക്ക് സംശയം തോന്നിയതാണ്. അയ്യപ്പന്റെ പടത്തിനേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള പിണറായി വിജയന്റെ പടം കേരളം മുഴുവൻ വെച്ചിരുന്നു അല്ലേ? ഇപ്പോഴാണ് അറിയുന്നത് കണക്ക് സമർപ്പിച്ച കോടതിയിൽ കണക്കൊന്നും കൂടിച്ചേരുക. അസംബ്ലി തന്ന കണക്ക് വേറെ, ഓഡിറ്റിന് തന്ന കണക്ക് വേറെ, ഹൈക്കോടതി കൊടുത്ത കണക്ക് വേറെ. ആകെ 600 പേരാണ് പങ്കെടുത്തത്. പക്ഷെ പ്രഭാത ഭക്ഷണം കഴിച്ചവരുടെ ലിസ്റ്റിൽ 3000 പേര് കഴിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഇരിങ്ങാലക്കുടയിൽ പ്രൗഢോജ്വല സ്വീകരണം. നിശ്ചയിച്ചതിലും 2 മണിക്കൂറോളം വൈകിയെത്തിയ യാത്രയ്ക്ക് ആൽത്തറയ്ക്കൽ UDF നേതാക്കൾ ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത്. തുടർന്ന് കാവടിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് 100 കണക്കിന് പ്രവർത്തകർ യാത്രയെ സമ്മേളന നഗരിയായ മുനിസിപ്പൽ ടൗൺഹാൾ അങ്കണത്തിലേക്ക് ആനയിച്ചത്. അതുകൊണ്ട്
അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ജാക്സൺ. മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു. CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷാനിമോൾ ഉസ്മാൻ, ഫ്രാൻസിസ് ജോർജ് MP, ബെന്നി ബെഹനാൻ MP, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജെനീഷ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, കൺവീനർ KR ഗിരിജൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC ജനറൽ സെക്രട്ടറിമാരായ സോണിയാഗിരി, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, O അബ്ദുറഹ്മാൻ കുട്ടി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ TV ചാർലി, ആൻഡ്രൂ പെരുമ്പള്ളി, KK ശോഭനൻ, അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ ചിന്ത ധർമ്മരാജ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. UDF നിയോജകമണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സ്വാഗതവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് നന്ദിയും പറഞ്ഞു. പുതുമോടിയോടുകൂടിയാണ് നമുക്ക് പുതുയുഗ കേരളമാണ്, പുതിയ കേരളം അത് വിഭാവന ചെയ്ത് ദീർഘവീക്ഷണത്തോടു കൂടിയാണ്. കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തട്ടിക്കൂട്ടുന്ന പ്രകടന പത്രിക പോലെയല്ല, സാധാരണഗതിയിൽ അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ കേരളത്തിന്റെ ജനജീവിതത്തിന്റെ എല്ലാ മുക്കും മൂലയും പരിശോധിച്ചുകൊണ്ട് എന്താണ് കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്, കേരളം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്താണ്, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ കേരള കോൺഗ്രസോ UDFിലെ ഘടകകക്ഷികളുടെ മാത്രം അഭിപ്രായമല്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനം ആരോഗ്യ മേഖല, ആ ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ, കേരളത്തിന്റെ പുറത്തുള്ളവർ, വിദേശത്തുള്ളവർ, അതിൽ വിദഗ്ധരായിട്ടുള്ള പ്രധാനികളെ വിളിച്ച് ആരോഗ്യ മേഖലയിൽ ഒരു കോൺക്ലേവ് നടത്തി. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സര രംഗത്തില്ലാത്തത് BJPയെ സഹായിക്കാനാണെന്ന ആരോപണവുമായി LDF. ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മറ്റത്തൂർ മോഡൽ നടപ്പാക്കാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താതെന്ന് CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് എന്നിവർ ആരോപണം ഉന്നയിച്ചത്. കരുവന്നൂർ ബാങ്ക് തിരിച്ചുവരവിന്റെ പാതയിലാണ്. വസ്തുതകൾക്ക് നിരക്കാത്ത ആരോപണങ്ങളും അനാവശ്യ സമരങ്ങളും നടത്തി ഇല്ലാ കഥകളും പ്രചരിപ്പിച്ച് ഇടപാടുകാരെ ആശങ്കയിലാക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിച്ചത്. ED അറ്റാച്ച് ചെയ്ത 128 കോടി ലഭിക്കാൻ ബാങ്ക് ക്ലെയിം പെറ്റീഷൻ നൽകിയില്ല എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്. ED അറ്റാച്ച് ചെയ്ത 128 കോടി രൂപയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കോടതി വ്യവഹാരത്തിൽ നിലനിൽക്കുന്നതാണ്. ഇത് ക്രയവിക്രയം ചെയ്യാൻ ബാങ്കിന് അധികാരം ഇല്ലെന്ന വാസ്തവം മറച്ചുവെച്ചാണ് പ്രചരണം നടത്തുന്നത്. ED കൈവശം വെച്ചിട്ടുള്ള 264 കോടി രൂപയുടെ 249 വായ്പാ ഫയലുകളും ലഭിച്ചെങ്കിൽ മാത്രമേ തിരിച്ചടവില്ലാത്ത വായ്പകളിൽ ആർബിട്രേഷൻ നടപടികൾ സ്വീകരിക്കാനാകൂ. സംസ്ഥാന സർക്കാരിന്റെ മികച്ച നിലയിലുള്ള ഇടപെടലിലൂടെ ബാങ്കിന്റെ മുന്നോട്ടുപോക്കിന് ആക്കം വർദ്ധിപ്പിക്കാനായതായും LDF നേതാക്കൾ പറഞ്ഞു. CPIM ജില്ലാ കമ്മിറ്റി അംഗം RL ശ്രീലാൽ, LDF പൂർത്തിശ്ശേരി മേഖലാ കൺവീനർ MP രാജു മാസ്റ്റർ, TK ജയാനന്ദൻ, PR രാജൻ, അൽഫോൺസ തോമസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിനെ ആസ്പദമാക്കിക്കൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി നിരന്തരമായി BJPയും UDFും നിരന്തര സമരങ്ങളാണ് ബാങ്കിന്റെ മുമ്പിൽ അയച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയില്ല എന്ന് മാത്രമല്ല, മാധ്യമ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും മുമ്പിൽ അവർക്ക് താല്പര്യം ഒഴിവാക്കുന്ന രീതിയിലുള്ള പത്രസമ്മേളനം നടത്തുന്നതും ഞങ്ങൾ കണ്ടു. യഥാർത്ഥത്തിൽ സഹകരണ മേഖലയെ രക്ഷിക്കാനോ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിനെ രക്ഷിക്കാനോ അല്ല ഞങ്ങളുടെ താല്പര്യം. പകരം ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ പരസ്യമായി സമ്മതിക്കുന്നത് ആ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ കണ്ടതാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുന്ന BJP ആകട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ വലിയ പ്രചരണ ഘോഷങ്ങളോടുകൂടി നിക്ഷേപകർക്കെല്ലാം പൈസ തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങളാണ് നടത്തിയത്. കേന്ദ്ര ഗവൺമെന്റിനെ ഇടപെടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി തന്നെ പൈസ തിരിച്ചു കൊടുക്കുമെന്ന്
ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ പോയി പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടുന്ന് ജയിച്ചു പോയി MP ആയിട്ടുള്ള അദ്ദേഹം അടക്കം സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ കരിവന്നൂരിലെ നിക്ഷേപകരുടെ കണ്ണീരൊപ്പാൻ എന്നാണ് പ്രചരണത്തിൽ. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ ആശുപത്രി ദിനാഘോഷ പരിപാടികൾ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TA പോൾ, റോണി പോൾ മാവേലി, മുനിസിപ്പൽ കൌൺസിലർമാരായ PV ശിവകുമാർ, മാഗി വിൻസെന്റ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്നും നമ്മളുടെ സഹായ സഹകരണം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്. പിന്നെ ഇവിടെ ഈ സംഘാടക സമിതി ഈ കുടുംബ ഒരു സദസ്സ് എന്ന് തന്നെ പറയാം. അതിന് നേതൃത്വം വഹിച്ച ഡോക്ടർ ശിവദാസ് അവർക്ക് ഇത്തരുണത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്രയും ജോലിക്കാരെ ഒന്നിച്ച് ഒരു കൂടക്കീഴിൽ നിർത്തിക്കൊണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഓരോ ചുവടുവെപ്പും നമുക്കിവിടെ വന്നു കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 21ാം വാർഡിൽ മാ കെയറിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുടയിലെ മാ കെയർ എന്ന ഹെൽത്ത് കെയർ സ്ഥാപനം നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ 20ാം വാർഡിലെ നിവാസികൾക്കായി ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നിന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ജീവിതശൈലികൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ മാറി മാറി വരുമ്പോൾ പല രോഗങ്ങളും നമ്മളെ കീഴ്പ്പെടുത്തുന്ന അല്ലെങ്കിൽ പണ്ടതിനേക്കാൾ വിപരീതമായി നമ്മുടെ ഫുഡിൻ്റെയൊക്കെ ഫലമായി മാരകമായ അതുപോലെ തന്നെ വിഷാംശങ്ങളൊക്കെ ഉള്ളിൽ ചെന്ന് പല ജീവിത രോഗങ്ങളും മാറി മാറി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ പണ്ടുള്ള 1-2 അസുഖങ്ങൾ മൂലം നിന്നെങ്കിലും ഇന്ന് അർബുദം പോലെയുള്ള രോഗങ്ങളൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെഡിക്കൽ ക്യാമ്പ് അത് വളരെയധികം പ്രയോജനപ്പെടും. അതായത് ജനങ്ങളിലുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിലെ ഷുഗർ നോക്കുക, കൊളസ്ട്രോളൊക്കെ നോക്കുക, അതൊക്കെ നോക്കുക ഫലമായിട്ട് നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ബ്ലഡിലെ വേരിയേഷനൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേറൊരു അസുഖം ഉണ്ടോ എന്ന് മുൻകൂട്ടി തിരിച്ചറിയാനും അതുപോലെ നമുക്ക് വേണ്ട വിധത്തിൽ ശരിയായ ചികിത്സ വേണ്ട സമയത്ത് നടത്തി അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ആ ജീവിതത്തിൽ നിന്ന് അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസ്ഥ ഉണ്ടാകും. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.